ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2022 നടന്നിട്ടുള്ള എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ലിമിറ്റ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ആചാര്യ അക്കാഡമിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ 5th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് ഓഫ് ദി സീക്വൻസ് x² - 1 ഡിവൈഡഡ് ബൈ 2x² + 3. ഓക്കെ, അപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള സീക്വൻസിന്റെ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴുള്ള ഈ സീക്വൻസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x² - 1 ഡിവൈഡഡ് ബൈ 2x² + 3യുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സിന് ഇൻഫിനിറ്റി എന്ന വാല്യൂ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററും ഇൻഫിനിറ്റി ആകും, ഡിനോമിനേറ്ററിലെ ടേമും ഇൻഫിനിറ്റി ആകും. ഓക്കെ, അതായത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ് കിട്ടുന്നത്. ഇതിന് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് വരുന്നത് എങ്കിൽ, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ 0/0 വരാം. ഇത്തരത്തിലുള്ള ഫോംസിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LH റൂൾ. ഓക്കെ, അതായത് ലിമിറ്റ് x ടെൻസ് ടു a f(x/g(x) ഈക്വൽ ടു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് വരുന്നതെങ്കിൽ, അതായത് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ അതിന് നമുക്ക് ലിമിറ്റ് x ടെൻസ് ടു a f(x/g(x)നെ ലിമിറ്റ് x ടെൻസ് ടു a f' ഡിവൈഡഡ് ബൈ g' എന്ന് എഴുതാം. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും നമുക്ക് കിട്ടുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, LH റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് LH റൂൾ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ആൻസർ സോൾവ് ചെയ്യുന്നതെന്നും പിന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കണ്ടോ, ഈ ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം ആയി. അങ്ങനെയാണെങ്കിൽ LH റൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു LH റൂള്, നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ. x² - 1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 2x² + 3 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്, x²ന്റെ ഡെറിവേറ്റീവ് 2x ആണ്. പിന്നെ 2 × 2x 4x ആയി. അപ്പോൾ നോക്കൂ, x⁻n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n × x⁻n - 1 ആണ്. ഓക്കെ, x⁻n ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n × x⁻n - 1 ആണ്. അത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2x/4x എന്ന് കിട്ടി. ഇതിൽ നമുക്ക് x ക്യാൻസൽ ചെയ്തൂടെ, അങ്ങനെയാണെങ്കിൽ 2/4 എന്നാണ് കിട്ടുന്നത്. 2/4നെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 1/2 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. കോൺസ്റ്റന്റ് ടേംസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ കുറേ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ A ആണ്, 1/2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 2 sin x - sin 2x ഡിവൈഡഡ് ബൈ x - sin x. ഓക്കെ, ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ sin 0 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിലെ ടേംസ് നോക്കൂ, 2 × sin 0 0 ആവില്ലേ, മൈനസ് അടുത്ത ടേമും 0 ആകും അല്ലേ. അങ്ങനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് കിട്ടുന്നത് എന്താണ്, 0/0 എന്ന ഫോർമാറ്റ് ആണ് അല്ലേ. അതായത് ന്യൂമറേറ്ററിൽ 0, ഡിനോമിനേറ്ററിലും 0, അങ്ങനെ 0/0 ഫോർമാറ്റ് ആണ് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, LH റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. LH റൂൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് ശ്രദ്ധിച്ചോളൂ, 2 കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതി. sin x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos x ആണ്. ഓക്കെ, അപ്പോൾ sin x-ന് പകരം cos x എന്ന് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് അടുത്ത ടേം sin 2x ആണ്, അതിന്റെ ഡെറിവേറ്റീവ് cos 2x വരും. പിന്നെ sin x അല്ല അല്ലെ, പകരം 2x ആണ്. അപ്പോൾ ഈ 2xന്റെ ഡെറിവേറ്റീവ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയൂടി ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. sin 2x എന്ന് പറഞ്ഞാൽ എന്താകും, cos 2x ആകും. പിന്നെ 2x ആണ്, 2xന്റെ ഡെറിവേറ്റീവ് 2. അങ്ങനെ ന്യൂമറേറ്ററിൽ നമുക്ക് ഈ ഒരു ടേമാണ് കിട്ടിയിരിക്കുന്നത്. ഡിനോമിനേറ്ററിലാണെങ്കിൽ എക്സിന് ഡെറിവേറ്റീവ് 1 വരും. ഓക്കെ, എക്സിന് ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ sin x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്, cos x ആണ്.
അത് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ, അതായത് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? cos 0 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അപ്പോൾ 2 × 1, പിന്നെ അടുത്ത ടേമും 2 × 1 വരും. അങ്ങനെ ന്യൂമറേറ്റർ 0 ആകും. ഡിനോമിനേറ്ററിലാണെങ്കിൽ 1 - 1 ഡിനോമിനേറ്ററും 0 ആകും. എഗെയിൻ നമുക്ക് കിട്ടുന്നത് 0/0 ഫോർമാറ്റ് ആണ് അല്ലേ? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും LH റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ LH റൂൾ അനുസരിച്ചിട്ട് ന്യൂമറേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം, ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ 2 അങ്ങനെ തന്നെ എഴുതുന്നു. നെക്സ്റ്റ് cos x ആണ്. cos x-ൻ്റെ ഡെറിവേറ്റീവ് -sin x ആണ്. ഓക്കെ, അങ്ങനെ -2 sin x എന്ന് ഫസ്റ്റ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൽ നോക്കൂ, -2 cos 2x ആണ് അല്ലേ? അപ്പോൾ cos 2x-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? cos x-ൻ്റെ -sin x ആണല്ലോ. അപ്പോൾ cos 2x എന്ന് പറയുമ്പോൾ -2 sin 2x വരും. പിന്നെ ഒരു മൈനസും കൂടി ചേർത്തിട്ട് 4 sin 2x എന്ന് കിട്ടും. ഡിനോമിനേറ്ററിലാണെങ്കിൽ 1 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. cos x-ൻ്റെ -സൈനും പിന്നെ ഇവിടുത്തെ ഒരു മൈനസും കൂടി ചേർത്തിട്ട് +sin x എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. sin 0ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് 0/0 ഫോർമാറ്റ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, എഗെയിൻ 0/0 ഫോർമാറ്റ് തന്നെയാണ് കിട്ടുന്നത് sin 0ൻ്റെ വാല്യൂ 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും LH റൂൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ LH റൂൾ അനുസരിച്ചിട്ട് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ -2 അങ്ങനെ നിന്നോട്ടെ. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x കൊടുക്കുന്നു. 4 കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങനെ നിർത്തിയിട്ട് sin 2x എന്ന് പറയുമ്പോൾ 2 cos 2x ആകും. ആ 2ഉം ഈ 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തായി? 8 cos 2x എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, 8 cos 2x എന്ന് ന്യൂമറേറ്ററിൽ കിട്ടും. ഡിനോമിനേറ്ററിലാണെങ്കിൽ sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിന് 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതിൽ. അപ്പോൾ cos 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഈ ടേം എന്തായി? -2 എന്നാകും. നെക്സ്റ്റ് ടേം നോക്കൂ, cos 0 1 ആയതുകൊണ്ട് cos 2 × 0യും എന്തായി പോകും? 1 ആയി പോകും. ഇവിടെ ഒരു 8 എന്ന ടേമും കിട്ടും. അങ്ങനെ ന്യൂമറേറ്ററിൽ -2 + 8 എന്നും ഡിനോമിനേറ്ററിൽ cos 0 എന്ന് പറഞ്ഞാൽ 1 കിട്ടും അല്ലേ? അതായത് നമുക്ക് എന്ത് വന്നു? വാല്യൂ 6 എന്നാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ 6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ലിമിറ്റ് എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ LH റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആൻസർ ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറേ ഫങ്ഷൻസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏതിൽ ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്